ഇവിടെ ഉണ്ടല്ലോ ഈ പാസ്ത നൂഡിൽസ് ഇതൊക്കെ മേടിച്ചാൽ പിന്നെ എനിക്കൊരു സമാധാനം തരത്തില്ല കേട്ടോ. എപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നേന്നും പറഞ്ഞിങ്ങനെ പുറകെ നടക്കും. എനിക്കാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാൻ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഇന്നലെ രാത്രി എന്തായാലും പിന്നെ ഇതങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ രാത്രിയിലും ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ആയി പോവുമല്ലോ. അല്ലെങ്കിലും ചേട്ടനില്ലെങ്കിലും ഞങ്ങളിങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികളാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം വെളുത്തുള്ളി ഇട്ടിട്ടില്ല, അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പം സവാള ഇട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒനിയൻ ലീവ്സ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് തക്കാളി അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് തന്നെ കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുന്ന ആ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ നൂഡിൽസ് ഇട്ടിട്ട് പിന്നെ ഇത് ഇളക്കിയെടുക്കുന്നത് ഒരു വലിയ ടാസ്ക് കേട്ടോ. അപ്പം ഇതുപോലെ 2-3 തവിയൊക്കെ വെച്ചാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത്. അപ്പം നൂഡിൽസ് ഇതിലേക്ക് ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സായി ഇതിനകത്ത് വരണം. കൂട്ടത്തിൽ തന്നെ ഈ നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയ ഒരു മസാല ഉണ്ട്, അതിനകത്തൊരു ചാറ്റ് മസാല പോലെ ഒരു ഇതുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ചില്ലി സോസും കൂടെ ആ പാക്കറ്റിനകത്തുണ്ടായിരുന്നു, അതും കൂടി ഇതിലൊഴിച്ച് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതാണ്. ഓക്കെ.